ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന തൃശ്ശയുടെ ഒരു ഡ്രോയിങ് ആണ്. പാർട്ട് 1 ആയിട്ട് നമ്മൾ ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്ന വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വരച്ചെടുക്കാവുന്നേ. പിന്നെ ഞാൻ ഔട്ട്ലൈൻ ചെറുതായിട്ടൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം വരയ്ക്കുമ്പം കുറച്ച് തെളിച്ച് വരച്ച് കണ്ടാലേ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ, അതായത് നേരത്തെയൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തീരെ ലൈറ്റായിട്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്കത് നോക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് തെളിച്ച് വരയ്ക്കാനും പറ്റത്തില്ല. കാരണം നമുക്കത് ഔട്ട്ലൈൻ ആണെപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം തെളിച്ചിട്ട് വരച്ചിട്ട് പിന്നെ നമുക്ക് മായ്ച്ചിട്ട് പിന്നെ റിപ്പീറ്റ് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ലൈറ്റായിട്ട് വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വരയ്ക്കുവാണെങ്കിൽ പിന്നെ ഞാൻ വരയ്ക്കുമ്പോൾ തെറ്റാതെ എനിക്ക് വരയ്ക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് കറക്റ്റായിട്ട് നോക്കി വരയ്ക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്തത്. നമ്മൾ ഇതുമുള്ള വീഡിയോയിൽ ഞാൻ ജസ്റ്റ് അങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് നമ്മളെ കണ്ണൊക്കെ വരയ്ക്കാൻ നല്ല തെറ്റിപ്പോകാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കണ്ണൊക്കെ. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. എന്നാലും ഞാൻ ആദ്യം എങ്ങനെയാണ് വരച്ചിരുന്നത് ആ ഒരു രീതി തന്നെയാണ് വരച്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഞാൻ എങ്ങനെയാണ് വരച്ച് തുടങ്ങിയേക്കുന്നത്, അപ്പോൾ ആ രീതി തന്നെ നിങ്ങളും കണ്ടിട്ട് വരച്ച് തുടങ്ങിയാൽ മതി. പ്രത്യേകിച്ച് കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്കിപ്പോൾ ഒരുപാട് ഡ്രോയിങ്സ് ചെയ്യാനുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീരെ സമയവും കുറവാണ്. അപ്പം വീണ്ടും നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകും. ഔട്ട്ലൈനാണ് ഏതാണല്ലോ അതെ, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഇപ്പം ലെങ്ത്ത് കുറച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നത്. ഒരുപാട് പേരിപ്പം കമൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു മൂവിയിൽ തന്നെയാണെങ്കിലും വേറെ ആക്ടേഴ്സിനെ വരയ്ക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അർജുൻ്റെ ഒരു ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാം. മാക്സിമം ഈ ഒരു മാസം കൂടുതൽ നമുക്ക് ഈ ലിയോ എന്ന് പറയുന്ന മൂവിയിലെ ഡ്രോയിങ്ങിനെയായിരിക്കും നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു മാസം തന്നെ ചെയ്ത് തീർക്കണം. അതിനുശേഷം നമുക്ക് അടുത്ത ഡ്രോയിങ്ങിലേക്ക് കിടക്കണം. അപ്പം എല്ലാത്തിനും നമുക്ക് സമയം വേണം. ബാക്കിയൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുന്നത്. പിന്നെ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു സിനിമ എന്നൊക്കെ കാര്യങ്ങൾ.
അപ്പോൾ ഈ പാട്ട് നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഒരു നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, അതിനുള്ളത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ വീഡിയോ നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഡ്രോയിങ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആർട്ട് സ്കില്ല് നല്ല രീതിയിൽ നിങ്ങൾക്ക് വളർത്തിക്കൊണ്ട് വന്ന് നല്ലൊരു ആർട്ടിസ്റ്റിനെ വളരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം വലിയ താമസിക്കാൻ എൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പാട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് സംശയങ്ങളുണ്ടെങ്കിൽ മെസ്സേജായിട്ടോ കമൻറ്റായിട്ടോ വിളിച്ച് ചോദിക്കുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.